നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണ സ്വാമി രാമനാണ്. ഈ ചാനൽ NANR STR സ്കൂൾ ഓഫ് വിസ്ഡം ഡെയിലി റീഡിങ്ങിൻ്റെ പാർട്ടായിട്ട് ഇന്ന് ലൈറ്റ് ഓൺ ദി പാത്ത് എന്ന് പറയുന്ന ബുക്കിൽ നിന്ന്, അത് N ശ്രീറാമിൻ്റെ ദ വേ ഓഫ് വിസ്ഡം എന്ന് പറയുന്ന കോമ്പിനേഷൻ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിൽ പേജ് നമ്പർ 171. അതിൽ പറയുന്നത്, വി ഹാവ് നൗ come to the inmost center where the final secret is to be imparted. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും, എന്ത് കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിലൊരു സീക്രട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഏത് മേഖലയിലെടുത്താലും 97% ആൾക്കാർ അന്വേഷിക്കുന്നവരും ഒരു 1 to 3% ആൾക്കാർ മാത്രമേ അത് കടന്നിട്ടുള്ളവരുള്ളൂ. ഇവരുടെ പുറകിലാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമ്മൾ വായിക്കുന്ന പുസ്തകം, നമ്മൾ കാണുന്നവർ, നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നവർ, ഇവരെല്ലാം നമ്മളിത് അന്വേഷിച്ച് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവർ വിജയിച്ചു, എന്നാൽ നമുക്കതുപോലെ ആവണം എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുകയാണ്. അപ്പോൾ അത് നമുക്ക് പേരെടുത്ത് പറയണമെങ്കിൽ മഹാത്മാഗാന്ധിജിയെ പോലെ ആവണം, മദർ തെരേസയെ പോലെ ആവണം, അല്ലെങ്കിൽ വിവേകാനന്ദനെ പോലെ ആവണം, അല്ലെങ്കിൽ രാമകൃഷ്ണ പരമഹംസരെ പോലെ ആവണം, യോഗാനന്ദ പരമഹംസരെ പോലെ ആവണം, ബാബാജിയെ പോലെ ആവണം, അല്ലെങ്കിൽ ജിത്തു കൃഷ്ണമൂർത്തിയെ പോലെ ആവണം, രമണ മഹർഷിയെ പോലെ ആവണം, മേക്കാട്ടുള്ളയെ പോലെ ആവണം. ഇതിങ്ങനെ നമ്മളിങ്ങനെ വായനയും ഇവരുടെ ഇതിൽ പോവുക, അങ്ങനെ അവർ പറയുന്ന സാധനങ്ങൾ ചെയ്യുക, ഇതെല്ലാമാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഇതിലെ രഹസ്യം എന്താണ് ഇതിൻ്റെ രഹസ്യം? അതാണ് ലോകം മൊത്തം അന്വേഷിക്കുന്നത്. അതിന് ഉത്തരം എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ചാനലിൽ ഒരു 500ഓളം പ്രഭാഷണം ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇത് അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ തെളിച്ചെന്തുകൊണ്ട് ആൾക്കാർ പറയുന്നില്ല? ഇനി ഇതെന്താണ്, രഹസ്യമാണോ, പറയാൻ പാടില്ലയോ? നമുക്കൊന്ന് നോക്കാം എന്താണ് ലൈറ്റ് ഓൺ ദ പാത്തിൽ പറയുന്നതെന്നുള്ളത്. അതിൽ സെക്കൻഡ്, ഇതിൽ 18 പറയുന്നത്, ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഫോർ ഹൂ ഈസ് ഓൺ ദ ത്രെഷ്ഹോൾഡ് ഓഫ് ഡിവിനിറ്റി, ഡിവിനിറ്റിയുടെ പടിവാതിലിൽ നിൽക്കുന്ന ഒരാൾക്ക് നോ ലോ ക്യാൻ ബി ഫ്രെയിംഡ്. ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? അറ്റ് ദ ബീറ്റ് ഓഫ് മാസ്റ്റർ ലോക്ക്, ഡിസ്ക്രിമിനേഷൻ പാടില്ല, ഡിസയർലെസ് പാടില്ല, ഡിസയർലെസ് വേണം, ഡിസയർ പാടില്ല, ഗുഡ് കോണ്ടാക്റ്റ് വേണം, വാക്ക് സൂക്ഷിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു, പല നിയമങ്ങളും പറഞ്ഞു. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? നോ ലോ ക്യാൻ ബി ഫ്രെയിംഡ്, നോ ലോ ക്യാൻ ബി ഫ്രെയിംഡ്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. നോ ഗൈഡ് ക്യാൻ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ നേരത്തെ പറഞ്ഞ ഒരാൾക്കും ഒരു പുസ്തകത്തിലോ ഒരു പ്രഭാഷണത്തിലോ നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നേരായ പാതയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വായനയിൽ എന്താ കണ്ടെത്തിയത്? വായനയിൽ നമുക്ക് എന്താ കിട്ടുന്നത്? പ്രഭാഷണത്തിൽ എന്താ കിട്ടുന്നത്? ഒരു ആശ്രമത്തിൽ പോകുമ്പോൾ എന്താ കിട്ടുന്നത്? അമ്പലത്തിൽ പോകുമ്പോൾ എന്താ കിട്ടുന്നത്? അത് നമ്മൾ അവലോകനം ചെയ്യണം. ഈ പുസ്തകത്തിൽ അത് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? സെൻസേഷൻ. എന്താണ് സെൻസേഷൻ? ഈ വാക്ക് തന്നെയാണ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ജിത്തു കൃഷ്ണമൂർത്തിയും എല്ലാവരും യൂസ് ചെയ്യുന്നത്. സെൻസേഷൻ. ലൈറ്റ് ഓൺ ദി പാത്തിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ഈ പാത്തിൽ അത് പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോ ഗൈഡ് ക്യാൻ എക്സിസ്റ്റ്. അപ്പം നമ്മൾ ഒരു സ്റ്റേജിൽ പറയുന്നു ഗുരു വേണമെന്ന് പറയുന്നു, പിന്നൊരു സ്റ്റേജിൽ പറയുന്നു ഗുരു വേണ്ട എന്ന് പറയുന്നു. ഇത് കോൺട്രഡിക്ഷൻ അല്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന അതേ ചിന്താധാരയിലല്ല നമ്മൾ പ്രിഡിഗ്രിക്ക് പഠിച്ചപ്പോൾ. നമ്മൾ ഓരോരുത്തരും അത് അനലൈസ് ചെയ്ത് നോക്കി. നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ നമ്മുടെ ചിന്താധാര അതല്ല, ഇനി PGക്ക് പോയപ്പോൾ നമ്മുടെ ചിന്താധാര അതല്ല, ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ അതല്ല, ഇനി ജോലിക്ക് കയറുമ്പോൾ ഇതൊന്നുമല്ല, നമ്മൾ പഠിച്ചതൊന്നുമല്ല. ഇതാണ് ഏറ്റവും നല്ല ഉദാഹരണം. ഇനി നമ്മളൊരു വിദ്യാർത്ഥിയായിട്ടിരുന്നപ്പോൾ നമ്മൾ ആലോചിച്ചതും ചിന്തിച്ചതുമാണോ നമ്മൾ പിൽക്കാലത്ത് ജോലിക്ക് കയറിയപ്പോൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും? അല്ലെങ്കിൽ കല്യാണം കഴിച്ചപ്പോൾ അല്ല. ഇനി ഭാര്യയോ ഭർത്താവോ ആയി, അപ്പോഴും നമ്മുടെ ചിന്താധാര മാറി. ഇനി നമ്മൾ അച്ഛനും അമ്മയെ അപ്പോഴും മാറി.
ഇനി നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയായി അപ്പോഴും മാറുന്നുണ്ട്. ഇനി പുറകോട്ടെടുത്ത് നമ്മൾ മോനോ മോളോ ആയിരുന്നു, അച്ഛനോടുള്ള നിലപാട് ഓരോ കാലഘട്ടത്തിലും മാറിയില്ലേ? അപ്പൂപ്പനോടുള്ള നിലപാട് മാറിയില്ലേ? ഇതെങ്ങനെ മാറുന്നു? അങ്ങനെ മാറേണ്ടതാണോ മനുഷ്യർ? അങ്ങനെ മാറേണ്ടതാണോ ആത്മീയത എന്ന് ചോദിച്ചാൽ അല്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ സെൻസേഷൻ്റെ പുറയിലാണ്, നമ്മളെപ്പോഴും മനസ്സിൻ്റെ പുറയിലാണ്, കണ്ടീഷൻ മൈൻഡ്. നമ്മളിപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, ഞാൻ നേരത്തെ പോകുന്ന ഏത് പോസ്റ്റിലാണോ നമ്മൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്തു, അല്ലെങ്കിൽ മക്കളെല്ലാം കെട്ടിച്ചു, ഇനി ഒന്നും ചെയ്യാനില്ല, ഇത് ഇത്രയൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ ലൈഫ് സ്റ്റേജ് ഉള്ളൂ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കേൾക്കുന്നവരും ഞാനും. അപ്പം നമ്മൾ ശരിയായ പാതയിലാണോ? ശരിയായ പാത എന്ന് പറഞ്ഞാൽ ഈ ചാനൽ സ്കൂൾ ഓഫ് വിസ്റ്റത്തിൻ്റെ പാതയിലാണോ? യഥാർത്ഥ അറിവിൻ്റെ പാതയിലാണോ? അതാണ് നമ്മുടെ ഈ അന്വേഷണം, സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? നോ ഗൈഡ് ക്യാൻ ഹെൽപ്പ് യു, നോ ഗൈഡ് ക്യാൻ എക്സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് എവിടെ നിന്ന് വരും? അതാണ് ഇവർ പറയുന്നത്. രണ്ടായി കണ്ടാൽ ഇണ്ടലുണ്ടാവും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ പോസ്റ്റിലും ഞാൻ എംപ്ലോയർ, വേറൊരാൾ എംപ്ലോയി, അല്ലെങ്കിൽ ഞാൻ അച്ഛൻ, എൻ്റെ മോൻ, ഞാൻ മോൻ, എൻ്റെ അച്ഛൻ, ഈ സ്റ്റാറ്റസിലെല്ലാം നമ്മൾ എടുത്തു നോക്കി നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഏത് കണ്ണുകളിലൂടെയാണ് കാണുന്നത്? നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന മൈൻഡ്, കണ്ടീഷൻ മൈൻഡ്, അല്ലെങ്കിൽ സമൂഹം നമ്മളിൽ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന, ചാപ്പ കുത്തിയിരിക്കുന്ന ചില വിവരക്കേടുകൾ. അത് ആത്മീയതയല്ല. അപ്പോൾ പഠനത്തിൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളെ തന്നെയാണ് അവലോകനം ചെയ്യേണ്ടത്. നമ്മുടെ പരീക്ഷണശാലയിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ 99 ആൾക്കാരും തെറ്റായ പാതയിലാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അത് നമ്മൾ തന്നെയാണ് നമുക്ക് മാർക്കിടേണ്ടത്. ഇനി എന്താണ് പറയുന്നത് നോക്കി. ഹിസ് ഗൈഡൻസ് ഇസ് ഫ്രം വിതിൻ. ഗൈഡൻസ് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. അതാണ് പറയുന്നത്. മറ്റൊരാളുടെ പുസ്തകം വായിക്കരുത്. വായിച്ചാൽ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് മാസ്റ്റർ ആവും. എല്ലാ ഗ്രേറ്റ് മാസ്റ്റേഴ്സും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. ഹി ഡസ് നോട്ട് നീഡ് എനി എക്സ്റ്റേണൽ ലോ ഓർ ഡയറക്ഷൻ. ഒരു നിയമവും, 7 സ്പിരിച്വൽ ലോസും 10 സ്പിരിച്വൽ ലോസും ഒന്നും, ഇതൊക്കെ നമ്മൾ പറയും. ദീപക് ചോപ്രയുടെ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. അതെല്ലാം തുടക്കത്തിൽ ഒരു കുട്ടി നടക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതാൻ പഠിക്കുമ്പോൾ 4 ലൈനിൽ എഴുതി പഠിക്കുന്നത് പോലെയാണ്. അതും കൊണ്ട് നടക്കരുത്. ഇനി ദിസ് ഇസ് നോട്ട് ആർബിട്രറി ആക്ഷൻ, whimsical and without meaning. It is the spontaneous expression of the truth. ഇത് സത്യത്തിൻ്റെ, ഇതാണ് സത്യം. അല്ലാതെ വെറുതെ വാക്കുകൊണ്ടിട്ടുള്ള കളിയല്ല ഇത്, അല്ലെങ്കിൽ ഒരു നോളജ് കൊണ്ടുള്ളൊരു ഇതല്ല. ഇറ്റ് ഫോളോസ് എ സർട്ടൺ ഹിഡൻ ലോ ഓഫ് വിച്ച് വി മേ ഹാവ് നോ കൺസെപ്ഷൻ. ഇതൊരു ഹിഡൻ ലോ ആണ്. ഇതെവിടെയും എഴുതപ്പെട്ടിട്ടില്ല. ഇത് അവനവൻ്റെ അകത്ത് നിന്ന് തന്നെ തുറന്നു വരേണ്ടതാണ്. ഇനി it follows a certain hidden law of which we may have no conception. It is the secret. പറയുന്നത്, it is the secret, the great secret, the great one holds in store for us. നമ്മുടെ ഉള്ളിലാണ് ആ നിധി ഇരിക്കുന്നത്. അലാവുദ്ദീനും അത്ഭുത വിളക്കിൻ്റെ ആ വിളക്ക് നമ്മുടെ ഉള്ളിലാണ്. അലിബാബ 41 കള്ളന്മാരിലെ മന്ത്രം നമ്മുടെ കയ്യിലാണ്. ഈ സ്പിരിച്വൽ കീ നമ്മുടെ കയ്യിലാണ്. It is always measured and appropriate. It has a beauty of its own. അതിനൊരു ബ്ലിസ് ഉണ്ട്, അതിനാണ് പരമാനന്ദമുണ്ട്, അതിനൊരു സൗന്ദര്യമുണ്ട്. It is action which is entirely different in quality from any action that arises out of our ignorance. ഇതാണ് പറയുന്നത്. അംബീഷ്യസ് ആവണം. പക്ഷെ എന്താണ് അംബീഷ്യസ് ആവേണ്ടത്? ഡിസയർ പാടില്ല, പക്ഷെ ഡിസയർ വേണം. ഇത് കോൺട്രഡിക്ഷനായിട്ട് തോന്നും, അല്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ആക്ഷൻ വിച്ച് ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ക്വാളിറ്റി ഫ്രം എനി ആക്ഷൻ ദറ്റ് അറൈസസ് ഫ്രം അവർ ഇഗ്നറൻസ് ഓർ ഫ്രം അവർ ഐഡിയാസ് വാട്ട് ഇസ് ഗുഡ് ഓർ ബാഡ്.
ഇപ്പം നമ്മൾ നിൽക്കുന്നത് സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ശരിയും തെറ്റും, അത് പാടില്ല, ഇത് പാടില്ല. അതാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്ഥിതപ്രജ്ഞനായിരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഞാനാണ്, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാനറിയാതെ ഒരില പോലും അനങ്ങത്തില്ല. ലോ ഓഫ് കർമ്മ അനുസരിച്ച് ഒരാൾ കൊലപാതകയാവുന്നതും ഒരാൾ കൊല്ലപ്പെടുന്നതും ഒരാൾ റേപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ റേപ്പ് വിക്ടിം ആവുന്നതെല്ലാം ഈ ഡിവൈൻ പ്ലാൻ്റെ പാർട്ടാണ്. അപ്പം ഈ ഒരു കണ്ണിലൂടെയാണ് നമ്മൾ കാണേണ്ടത്. അപ്പം ലൈറ്റ് ഓൺ പാത്തിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ വെളിച്ചം വിതറി വിതറി വന്നിട്ട് അവസാനം ഈ വെളിച്ചം നമുക്ക് ചുറ്റും പകർന്നിരിക്കുകയാണ്. വെളിച്ചം മാത്രമേ ഉള്ളൂ. താങ്ക് യു.